മോളെ ഡാഡി എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പാചകം പഠിപ്പിക്കാം കേട്ടോ. ഇപ്പം ഇനി നമുക്ക് വേണ്ടത് സവാള വേണം, ഒരു 2 സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇത്തിരി ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, വേപ്പിലയൊക്കെ എടുത്തിങ്ങനെ വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എരിവ് അധികം കൂടണ്ട. ഇത് മിക്കവാറും ഇത്രയും കാര്യങ്ങളായിരിക്കും എരിവിന് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് കണ്ടോ ഒരു ഗ്രാമ്പുണ്ട്, പിന്നെ ഏലക്കയുണ്ട്, പിന്നെ പെരിഞ്ജീരകം, ഇത്തിരി 2-3 കുരുമുളക് ഇങ്ങനെ കഴുകി വെച്ചിട്ട് പാനിൽ ഇതിട്ട് കടുക് പൊട്ടിക്കുക. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മറ്റേ സാധനങ്ങളില്ലേ, ആ പെരിഞ്ജീരകമൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ വെച്ച് ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ബ്രൗണിഷ് ആക്കി എടുക്കുക. അങ്ങനെ ബ്രൗണിഷ് ആക്കി ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചേർക്കണം, വേപ്പില ഇട്ടിട്ട് പിന്നെ സവാള ചേർക്കണം. ഇങ്ങനെ സവാള നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് വരാനുള്ളൊരു വിദ്യ. ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തക്കാളി ചേർക്കും. തക്കാളി ചേർത്ത് ഇങ്ങനെ ഇളക്കും. തക്കാളി അതിന് ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചേർക്കുന്നത്, ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞളും കൂടെ, മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. കണ്ട, മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് ഇതുപോലെ ഇളക്കുക. ഇത് ഇളക്കെന്ന് പറയുന്നത് നമ്മളിതിങ്ങനെ ഉടച്ചുടച്ച ഇളക്കേണ്ടത്. ഈ സവാളയും ഇതിങ്ങനെ ഉടയണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് ഇങ്ങനെ വേവിച്ചിട്ട് നമ്മളത് എടുക്കുക. എടുത്തു കഴിയുമ്പോൾ കണ്ട നല്ലപോലെ ഇങ്ങനെ, എന്നിട്ട് നമ്മളിത് ഉടച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഇതിൻ്റെ ഇളക്കിൻ്റെ രീതി എന്ന് പറയുന്നത്. ഉടച്ച് നല്ല പരുവാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതിന് എരിവില്ല, മറ്റേ ചില്ലി പൗഡർ ചേർക്കരുത്, കാശ്മീരി ചില്ലിയും ചേർക്കുക. കുറച്ച് മറ്റേ മഞ്ഞളല്ല മല്ലിപ്പൊടി ചേർക്കുക. കുറച്ചേ ചേർക്കാവൂ. കണ്ടോ, ഇത് കണ്ടോ, ഞാൻ ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. മല്ലിക്ക് എരിവുണ്ട്, മറ്റേ കാശ്മീരിക്ക് എരിവില്ല. അതങ്ങനെ ചേർത്തിട്ട് ഇതിങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളിതിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം. ഗരം മസാലയ്ക്ക് എരിവുണ്ട് മോളെ, അതുകൊണ്ട് നമ്മൾ മറ്റേ മുളക് ചേർക്കാതിരിക്കണം. ഗരം മസാലയും കൂടെ ചേർത്ത് ഇങ്ങനെ ഉടയ്ക്കണം. ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ ആക്കണ്ട, ഇങ്ങനെ ആക്കി വയ്ക്കുക. ഇങ്ങനെ ആക്കി ഈ രീതിയിലേക്ക് വരും. എന്നിട്ട് അതെന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അടച്ചു വയ്ക്കണം. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുറക്കുമ്പോൾ കണ്ടോ അതിൻ്റെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഉടച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് ഇത്തിരി വെള്ളം ചേർക്കാം. ഇത്തിരി ചൂടുവെള്ളം വേണം ചേർക്കാം കേട്ടോ. നല്ല തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം ഇത്തിരി ചേർക്കാം. ഇത്തിരി ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കുക. ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുരുമുളകൊക്കെ ഇട്ടില്ലേ, ആ ഏലക്കയൊക്കെ ഇട്ടത് തെളിഞ്ഞ് മേളിൽ ഇങ്ങനെ വരും. ഈ വരുന്ന പരുവത്തിലാണ് മുട്ടയെടുത്ത് ഇങ്ങനെ പൊത്തി വയ്ക്കുക. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ, കൂടുതൽ പേരുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്താൽ മതി ശരിക്കും. അപ്പോൾ അടിപൊളിയായി.